പ്രൊഫസർ റോണി കെ ബേബി കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ റോണി കെ ബേബി, അതായത് പി മോഹനൻ മെക്സവനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. പിറ്റേന്നാൾ വന്ന് തിരുത്തുകയാണ്. തിരുത്തിച്ചത് സർക്കാരായതുകൊണ്ടല്ലേ പോലീസ് അന്വേഷണം തുടങ്ങുക പോലും ചെയ്യാത്തത്? ശ്രീ റോണി കെ ബേബി കേൾക്കാമെങ്കിൽ, ഈ പി മോഹനൻ പറഞ്ഞതൊക്കെയും വിഴുങ്ങിയപ്പോൾ തന്നെ വ്യക്തമായില്ലേ പോലീസ് അന്വേഷണം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന്? ഇതിൻ്റെ അകത്ത് വസ്തുതകളായും ഇതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന ചില അജണ്ടകളായിട്ടും രണ്ടിനെയും നമ്മൾ വേർതിരിച്ച് കാണണം. ഇതിനെ രണ്ടിനെയും നമ്മൾ ഒരു മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ പ്രസന്റ് ചെയ്യില്ല. നമ്മളൊരു പൊതു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ഒരു സമുദായം മുഴുവൻ പിന്നെ വേട്ടയാടപ്പെടേണ്ടവരാണ്, അല്ല പ്രത്യേക സമുദായം മുഴുവൻ കുറ്റവാളികളാണ്, ഒരു പ്രത്യേക സമുദായം മുഴുവൻ രാജ്യദ്രോഹികളാണ് എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്ത് അതിന്റെ പേരിൽ പിന്നെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നതിനോട് പിന്നെ എനിക്കും എൻ്റെ പ്രസ്ഥാനത്തിനും അതിൻ്റെ വ്യക്തിപരമായ വിയോജിപ്പുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അവർ എന്ത് ചെയ്താലും അതെല്ലാം പിന്നെ തീവ്രവാദമാണ്, അവർ എന്ത് ചെയ്താലും അതെല്ലാം രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്ന രീതിയിൽ പിന്നെ നമുക്ക് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കുന്നില്ല. പക്ഷേ നമുക്കിപ്പം സി പി എം അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ചർച്ചാ വിഷയം. ചോദിച്ച ചോദ്യം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മോഹനൻ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, അദ്ദേഹം 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് മലക്കം പറയുന്നു. അതെന്ന് പറയുന്നത് ഇന്ന് സി പി എം കേരളത്തിൽ അനുവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. അവരെ ഇപ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ കനത്ത തിരിച്ചടി, കനത്ത പരാജയം, അതിനുശേഷം ചേർന്ന സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അവർ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകാൻ കാരണം ഞങ്ങൾ CAA സമരം, അതുപോലെ തന്നെ പാലസ്തീൻ വിഷയം, ഞങ്ങൾ അതെല്ലാം ഉന്നയിച്ചു വന്നപ്പോഴത്തേക്കും ഭൂരിപക്ഷ സമുദായം ഞങ്ങളിൽ നകന്നുപോയി, ഹിന്ദു വോട്ടുകൾ ഞങ്ങളിൽ നകന്നുപോയി. അപ്പോൾ ഇനി അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നു പി ജയരാജൻ ഒരു പുസ്തകമായിട്ട് ഇറങ്ങുന്നു. അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ, അത് വിജയരാഘവൻ ആയിക്കോട്ടെ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം വളരെ പിന്നെ തുടർച്ചയായി തന്നെ കേരളത്തില് പിന്നെ BJP പോലും ഉന്നയിക്കുന്നതിനപ്പുറം രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് മോഹന് ഒരു പ്രസ്താവന നടത്തിയത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അത് വലിയ വിമർശനം ഉണ്ടായപ്പോൾ അദ്ദേഹം പിന്നെ മലക്കം പറഞ്ഞു. അദ്ദേഹത്തിന് ഈ പറയുന്ന മുസ്ലിംസ് പിന്നെ സെക്കുലറായി പ്രവർത്തിക്കുന്ന, കാരണം എല്ലാ സംഘടനകളെയും നമുക്ക് ആക്ഷേപിക്കാൻ കഴിയില്ല, അവിടെ തന്നെ വളരെ മതേതര കാഴ്ചപ്പാടോടുകൂടിയൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അവരുടെ ഭാഗത്തൊക്കെ വലിയ വിമർശനം ഉണ്ടായപ്പോൾ ഇത് സി പി എമ്മിന്റെ ഒരു നഷ്ടക്കച്ചവടമാണെന്ന് വന്നപ്പോൾ സി പി എം അവരുടെ ഈ പറയുന്ന മോഹനൻ അദ്ദേഹത്തിന് നിലപാട് മാറ്റി. പക്ഷേ ഇവർ നിലപാടുകൾ മാറ്റുമ്പോഴും അതിന്റെ അകത്തു നിന്ന് കിട്ടുന്ന രാഷ്ട്രീയ ലാഭം, ഒരു നിലപാട് എടുക്കുന്നു, ആ നിലപാട് 2 ദിവസം കഴിയുമ്പോൾ മാറ്റുന്നു, എന്നാൽ പോലും അതുണ്ടാക്കുന്ന അലയൊലികൾ, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ലാഭം, അതിനെ കുറിച്ച് സി പി എമ്മിന് കൃത്യമായ ബോധ്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സി പി എം കൃത്യമായി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളാണ് ഭൂരിപക്ഷ പിന്നെ മതത്തിന് നിൽക്കുന്നത്, ഞങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ നിൽക്കുന്നത്. അത് വർഗീയത എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ശരി, ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ശരി, ഏത് വർഗീയതയാണെങ്കിലും ശരി, അതിന്റെ അകത്ത് കൃത്യമായ നിലപാടെടുക്കണം. അതിനു പകരം തരാതരങ്ങളിൽ ഒരു സമയത്ത് ഭൂരിപക്ഷ മതങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കും, ഭൂരിപക്ഷ വികാരത്തെ പീഡിപ്പിക്കാൻ ശ്രമിക്കും, പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ വീണ്ടും ന്യൂനപക്ഷ പിന്നെ പ്രീണനം നടത്തും. അങ്ങനെ തരാതരം സി പി എം കളിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകം. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം, ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ സി പി എം ഉണ്ടാക്കുന്ന ഇതുപോലുള്ള നരേറ്റുകൾ, ഇതുപോലെ ഉണ്ടാക്കുന്ന അവരുടെ കെട്ടുകഥകൾ, അതൊക്കെ ജനം അർഹിക്കുന്ന ഒരു പുച്ഛത്തോടു കൂടി തന്നെ കാണും. കാരണം സി പി എമ്മിന്റെ തനിനിറം എന്താണെന്നുള്ളത് ജനം വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അവരെടുക്കുന്ന നിലപാടുകൾ അത് എന്ന് പറയുന്നത് വെറും അടവ് രാഷ്ട്രീയം മാത്രമാണ്. അത് ഒരു ശാശ്വതമായ നിലപാടുകളല്ല, കൃത്യമായി വോട്ട് ബാങ്കുകൾ മാത്രം നോക്കി എടുക്കുന്ന നിലപാടുകളാണ്. ഇന്ന് കേരളം വളരെ പിന്നെ ഗൗരവത്തോടുകൂടി തന്നെ, കാരണം നിലപാടുകളിൽ മലക്കം മറിയുവാൻ സി പി എമ്മിന്റെ അത്രയും പ്രാഗൽഭ്യമുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിലില്ല. ഞാൻ അങ്ങനെയൊക്കെ വരാം.